മധുരപ്പെട്ടി, അറിവിന്റെയും കഥകളുടെയും തേൻകൂട്. മാന്ത്രിക കഥകൾ. മീനുവും മാന്ത്രിക ഹെയർ ക്ലിപ്പും. പണ്ട് പണ്ട് മീനു എന്ന പേരുള്ള ഒരു കുസൃതി കുട്ടി ഉണ്ടായിരുന്നു. ഒരിക്കൽ മീനു തന്റെ അച്ഛനും അമ്മയ്ക്കും അനിയൻ കുട്ടനുമൊപ്പം കടൽ തീരത്ത് പോയി. മണലിൽ കളിച്ചുകൊണ്ടിരുന്ന മീനുവിന്റെ കണ്ണുകൾ പെട്ടെന്ന് തിളങ്ങി. തിരമാലകൾക്കിടയിൽ ഒരു അതിമനോഹരമായ ഹെയർ ക്ലിപ്പ്. അവൾ അതാരും കാണാതെ തന്റെ കുഞ്ഞു ബാഗിലിട്ടു. ഒരു ദിവസം വീട്ടിലിരുന്ന് മുടി ചീകുമ്പോൾ മീനു ആ ക്ലിപ്പ് മുടിയിൽ കുത്തി നോക്കി. എന്തൊരത്ഭുതം! അവളുടെ കുട്ടിമുടി പെട്ടെന്നിതാ നല്ല നീളമുള്ള മുടിയായി മാറി. അവൾ ഒരു രാജകുമാരിയെ പോലെ തിളങ്ങി. മുറിയിലേക്ക് വന്ന അച്ഛനും അമ്മയും മീനുവിന്റെ ഈ മാറ്റം കണ്ട് അത്ഭുതപ്പെട്ടു പോയി. പെട്ടെന്നുണ്ടായ അവളുടെ വളർച്ചയും സൗന്ദര്യവും അവരെ വിസ്മയിപ്പിച്ചു. സ്കൂളിലും മീനുവായിരുന്നു താരം. അവളുടെ നീളൻ മുടിയും തിളക്കവും കണ്ട് കൂട്ടുകാരെല്ലാം ഒരുപോലെ അത്ഭുതപ്പെട്ടു. ഒരു വിശേഷപ്പെട്ട ഫംഗ്ഷന് മീനു ആ ക്ലിപ്പ് ധരിച്ചെത്തിയപ്പോൾ അവൾ ഒരു കൊച്ചു മാലാഖയെ പോലെ സുന്ദരിയായി. പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവരും കണ്ണെടുക്കാതെ അവളെ തന്നെ നോക്കി നിന്നു. പക്ഷേ ആ ഹെയർ ക്ലിപ്പ് സത്യത്തിൽ ഒരു മാന്ത്രിക ദേവതയുടേതായിരുന്നു. ഒരു രാത്രിയിൽ പ്രകാശത്തിന്റെ അകമ്പടിയോടെ ദേവത മീനുവിന്റെ മുന്നിലെത്തി. മോളെ മീനു, ആ ഹെയർ ക്ലിപ്പ് എന്റേതാണ്. അത് എനിക്ക് തിരിച്ചു തരണം. എനിക്കിത് തരുമോ ദേവതേ? എനിക്കിത് ഒരുപാട് ഇഷ്ടമായി. ശരി, നിനക്ക് ഞാൻ 10 ദിവസത്തെ സമയം തരാം. ഈ 10 ദിവസം കൊണ്ട് നീ ലോകത്തിന് ഗുണമുള്ള നല്ല കാര്യങ്ങൾ ചെയ്താൽ ഈ ഹെയർ ക്ലിപ്പ് നിനക്ക് തന്നെ തരാം. അടുത്ത ദിവസം മുതൽ മീനു ആകെ മാറി. അവൾ തന്റെ വീട്ടിൽ നിന്ന് തന്നെ മാറ്റങ്ങൾ തുടങ്ങി. വീട്ടിൽ അമ്മയെ അടുക്കളയിൽ സഹായിച്ചും അച്ഛന്റെ സാധനങ്ങൾ അടുക്കി വെച്ചും അവൾ എല്ലാവരെയും സന്തോഷിപ്പിച്ചു. കുസൃതി കാട്ടി അനിയൻ കുട്ടനെ കരയിപ്പിക്കുന്നതിന് പകരം അവനെ ചേർത്തു പിടിച്ച് പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. 3-ാം ദിവസം നമ്മുടെ മീനുവിന്റെ വീട്ടുപടിക്കൽ ഒരു പാവം യാചകൻ വന്നു. വിശന്നു വലഞ്ഞ അദ്ദേഹത്തിന് മീനു ഓടിപ്പോയി ഭക്ഷണവും വെള്ളവും നൽകി. അടുത്ത ദിവസം റോഡ് മുറിച്ചു കടക്കാൻ ബുദ്ധിമുട്ടിയ ഒരു അന്ധനായ മനുഷ്യന്റെ കൈ പിടിച്ച് അവൾ സഹായിച്ചു. പിറ്റേ ദിവസം രാവിലെ മീനു കടയിൽ സാധനം വാങ്ങാൻ പോയപ്പോൾ വഴിയിൽ വച്ച് ഭാരമുള്ള സഞ്ചിയുമായി നടന്നു വരുന്ന ഒരു വൃദ്ധയെ കണ്ടു. ഓടിച്ചെന്ന് അവരുടെ കയ്യിൽ നിന്നും സഞ്ചി വാങ്ങി അവരെ സഹായിച്ചു. അടുത്ത ദിവസം സ്കൂളിൽ വെച്ച് വീണു പരിക്കേറ്റ തന്റെ കൂട്ടുകാരനെ മീനു സഹായിച്ചു. തന്റെ പക്കലുള്ള തണുത്ത വെള്ളം നൽകി അവനെ ആശ്വസിപ്പിച്ചു. അങ്ങനെ 10 ദിവസം അവൾക്ക് കഴിയുന്നത്രയും സഹായം ചുറ്റുമുള്ള എല്ലാവർക്കും ചെയ്തു കൊടുത്തു. അങ്ങനെ അവൾ ലോകത്തെ സ്നേഹിക്കാൻ പഠിച്ചു. 10-ാം ദിവസം രാത്രിയായപ്പോൾ മീനു ദേവതയെ കാത്തിരുന്നു. പെട്ടെന്ന് ഒരു വലിയ പ്രകാശഗോളം മുറിയിൽ തെളിഞ്ഞു. അതിനുള്ളിൽ നിന്നും മുൻപ് കണ്ട അതേ ദേവത തന്നെ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. പക്ഷേ ഇത്തവണ ദേവതയുടെ രൂപം കൂടുതൽ അതിശയിപ്പിക്കുന്നതായിരുന്നു. ദേവതയുടെ തോളുകളിൽ നിന്ന് മഞ്ഞു കണങ്ങൾ പോലെ തിളങ്ങുന്ന വലിയ വെള്ളച്ചിറകുകൾ വിടർന്നു നിന്നിരുന്നു. ആ ചിറകുകൾ ഓരോ തവണ അനങ്ങുമ്പോഴും ചുറ്റും നക്ഷത്രപ്പൊട്ടുകൾ പോലെ പ്രകാശം ചിതറുന്നുണ്ടായിരുന്നു. സ്നേഹവും സന്തോഷവും നിറഞ്ഞ മുഖത്തോടെ ചിറകുകൾ വീശി
വായുവിൽ ഒഴുകി നടന്നുകൊണ്ട് ദേവത മീനുവിന്റെ അരികിലെത്തി. മോളെ മീനു, നിന്റെ 10 ദിവസത്തെ പരീക്ഷണം ഇന്ന് അവസാനിച്ചിരിക്കുന്നു. നീ ചെയ്ത നന്മകൾ കണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമായി. വാഗ്ദാനം ചെയ്തതുപോലെ ഇതാ ഈ മാന്ത്രിക ഹെയർ ക്ലിപ്പ് ഇനി എന്നും നിനക്ക് സ്വന്തം. പക്ഷേ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മീനു ആ ഹെയർ ക്ലിപ്പ് ദേവതയ്ക്ക് തിരിച്ചു നൽകി. ദേവതേ, എനിക്ക് ഈ ഹെയർ ക്ലിപ്പിനേക്കാൾ സന്തോഷം ഇപ്പോൾ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. എനിക്ക് ഈ മാന്ത്രിക ഹെയർ ക്ലിപ്പ് വേണ്ട. പകരം എനിക്കും എന്റെ അച്ഛനും അമ്മയ്ക്കും അനിയനും എന്നും സന്തോഷമായി ഇരിക്കാൻ ഒരു വരം തരുമോ? ദേവതയുടെ മുഖം വിടർന്നു. പെട്ടെന്ന് ആ ദേവത തന്റെ ചിറകുകൾ ഒന്ന് കുടഞ്ഞു. ആ നിമിഷം മീനു സഹായിച്ച ആ യാചകനായും അന്ധനായും വൃദ്ധയായും മുറിവേറ്റ കുട്ടിയായും ഓരോ രൂപങ്ങളിൽ മാറി മാറി ദേവത പ്രത്യക്ഷപ്പെട്ടു. അതൊക്കെ മീനുവിനെ പരീക്ഷിക്കാൻ ദേവത തന്നെ സ്വീകരിച്ച രൂപങ്ങളായിരുന്നു. മോളെ, നിന്റെ മനസ്സിന്റെ നന്മയാണ് ലോകത്തിലെ ഏറ്റവും വലിയ മാന്ത്രികത. ദേവത തന്റെ മാന്ത്രിക ദണ്ഡ് വീശി മീനുവിനെയും കുടുംബത്തെയും അനുഗ്രഹിച്ചു. ആ വലിയ ചിറകുകൾ വീശി ദേവത സാവധാനം ആകാശത്തേക്ക് മറഞ്ഞു. ദേവതയുടെ അനുഗ്രഹത്തോടെ മീനുവും കുടുംബവും എന്നും സന്തോഷത്തോടെ കഴിഞ്ഞു. കൂട്ടുകാരെ, എല്ലാവർക്കും ഈ മാന്ത്രിക കഥ ഇഷ്ടമായോ? എങ്കിൽ വീഡിയോയ്ക്കൊരു ലൈക്ക് തന്ന് നിങ്ങളുടെ സ്നേഹം അറിയിക്കണേ. ഇനിയും ഇതുപോലെ ഒരുപാട് അറിവുകളും കഥകളും ഈ തേൻകൂട്ടിലുണ്ട്. അതെല്ലാം കാണാനായി മധുരപ്പെട്ടി എന്ന നമ്മുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മധുരപ്പെട്ടി, അറിവിന്റെയും കഥകളുടെയും തേൻകൂട്. അടുത്ത കഥയുമായി നമുക്ക് വേഗം കാണാം.